ജില്ലാ സമ്മേളനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് രണ്ട് ജില്ലാ സമ്മേളനങ്ങൾ സമാപിക്കുന്ന ദിവസമാണ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനവും ഒപ്പം തന്നെ വയനാട് ജില്ലാ സമ്മേളനവും സമാപിക്കുന്ന ദിവസമാണ്. പുതിയ ജില്ലാ നേതൃത്വങ്ങളെ അടുത്ത 3 വർഷത്തേക്ക് ജില്ലയിലെ പാർട്ടി ആര് നയിക്കുന്നതിനുള്ള നേതൃത്വങ്ങളെ ഇന്ന് തെരഞ്ഞെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സംഘടനാപരമായ നടപടി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ സംഘടനാപരമായ റിപ്പോർട്ടിന്മേലുള്ള മറുപടികളും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സമ്മേളനം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പലതരത്തിലുള്ള വാർത്തകൾ, ഈ ചില മാധ്യമ വാർത്തകളൊക്കെ കണ്ടാൽ ഇവർ അതിനകത്ത് കയറി ഇരിപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ആ രീതിയിലാണ് എഴുതി വിടുന്നത്. ഏതായാലും നമുക്ക് എന്താണ് സമ്മേളനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന വളരെ കൃത്യമായ സാഹചര്യം അറിയേണ്ടതുണ്ട്, സമഗ്രമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നൃപനും ഒപ്പം തന്നെ വയനാട്ടിൽ നിന്ന് അനൂപുമാണ് സമ്മേളന വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. 10,000 അണിനിരക്കുന്ന പൊതുസമ്മേളനത്തോടെ CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. തലസ്ഥാനത്തെ പാർട്ടിയെ വരുന്ന 3 വർഷക്കാലം നയിക്കാൻ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്ത് CPIM ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് ഉച്ചയോടെ പിരിയും. വൈകിട്ട് വിഴിഞ്ഞത്തെ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്യും. നൃപനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നൃപൻ, അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് സമാപനമാവുകയാണ്. വൈകിട്ട് പൊതുസമ്മേളനമുണ്ട്. അടുത്ത 3 വർഷക്കാലം പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെ ഇന്ന് തെരഞ്ഞെടുക്കും. സമഗ്രമായ വിവരങ്ങൾ ജില്ലാ സമ്മേളനത്തിന്റെ. തീർച്ചയായും മനു, തലസ്ഥാന ജില്ലയിലെ CPIMന്റെ ജില്ലാ സമ്മേളനം എന്ന് പറയുമ്പോൾ കേന്ദ്രമാണ് CPIMന്റെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യമുണ്ട്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച കേൾക്കുന്നതിന് 2 തവണയാണ് പൊതുചർച്ച കേൾക്കുന്നതിന് ഇന്നലെയും മെനഞ്ഞാന്നുമായി എത്തിയത്. മെനഞ്ഞാന്ന് ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി എത്തി, ഡയസിലുണ്ടായിരുന്നു. ചർച്ച മുഴുവൻ അദ്ദേഹം കേട്ട ശേഷമാണ് മടങ്ങിയത്. ഇന്നലെയും അദ്ദേഹം 11 മണിക്ക് ശേഷം ഈ CPIMന്റെ സമ്മേളനം നഗരിയിലേക്ക് എത്തിച്ചേർന്നു. അത്ര ഗൗരവത്തോടെയാണ് CPM തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനത്തിനെ കാണുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഏകദേശം 42,000-ഓളം വരുന്ന പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടി അംഗങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. 19 ഏരിയ കമ്മിറ്റികൾ, അത് സമ്മേളനങ്ങൾ മുഴുവൻ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തിലേക്ക് വന്നത്. വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. നേരത്തെ മനു പറഞ്ഞതുപോലെ വിമർശനം, സ്വയം വിമർശനം എന്നതാണ് CPMന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്, ബ്രാഞ്ച് ഘടകം മുതൽ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെയുള്ള ആരെയും വിമർശിക്കാനും സ്വയം വിമർശിച്ച് ഈ പാർട്ടിയെ സംബന്ധിച്ച് തിരുത്തൽ നടപടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ളൊരു വേദി കൂടിയാണ് പാർട്ടി സമ്മേളനം. അതുകൊണ്ട് ഇന്നലെ 29 പേരാണ് ഇന്നലെയും മെനഞ്ഞാന്നുമായി പൊതുചർച്ചയിൽ വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത്. ചർച്ചയ്ക്ക് പൂർണ്ണമായി ചർച്ച കേട്ട് വിലയിരുത്തിയ ശേഷം സംഘടനാ റിപ്പോർട്ടിൻ്റെ മേലുള്ള ചർച്ചയിൽ പാർട്ടിയുടെ ഭാഗവും പ്രത്യേകിച്ച് പൊതുരാഷ്ട്രീയം സംബന്ധിച്ച് ഉയർത്തിയ സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ആശങ്കകൾ, അത് പറഞ്ഞപ്പോൾ CPMനെ സംബന്ധിച്ച് ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാലഘട്ടമാണല്ലോ. കാരണം അവരെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വിമർശനമുണ്ടാകും, സ്വയം വിമർശനമുണ്ടാകും, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിനൊക്കെയുള്ള ഒരു സ്വയം നവീകരണത്തിൻ്റെ കാലമാണ് CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് സമ്മേളനകാലം എന്ന് പറയുന്നത്. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. ജില്ലാ സെക്രട്ടറിക്ക് വിമർശനം, സംസ്ഥാന സെക്രട്ടറിക്ക് വിമർശനം, അവർക്ക് വിമർശനം, ഇവർക്ക് വിമർശനം. അതിനൊക്കെ വേണ്ടിയാണെന്ന് ഈ സമ്മേളനം നടത്തുന്നത്. വിമർശിക്കാനും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും വേണ്ടിയിട്ടാണ്. അതൊക്കെ വലിയ വാർത്തകളായി, വലിയ പൊട്ടിത്തെറികൾ എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലോ, ഇത്രയും കാലം ഈ പണിയെടുത്തിട്ടും എന്ന തോന്നൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും മനു, അത് ജനങ്ങൾ വിലയിരുത്തതാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം വിമർശനം, സ്വയം വിമർശനം, അതായത് പാർട്ടിക്കകത്ത് എന്ത് ശരിയായ നിലപാട് സ്വീകരിക്കുന്നു, അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു, പ്രാവർത്തികമാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുവരെയുള്ള വിലയിരുത്തൽ, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അത്തരം കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അടിസ്ഥാനമാണ് വിമർശനം, സ്വയം വിമർശനം. ഇത് മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങൾ വലിയ തരത്തിൽ തെറ്റായ വാർത്ത നൽകുന്നു. എല്ലാവരെയും വിമർശിക്കാം, എല്ലാ നല്ല കാര്യങ്ങളെയും അഭിനന്ദിക്കാം, അതോടൊപ്പം തന്നെ ഇനിയുള്ള പോരായ്മകളെ സംബന്ധിച്ച് വിമർശിക്കുകയും തിരുത്തലിന് വിധേയമാക്കുകയും എന്ന പ്രക്രിയയാണ് പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരിശോധിക്കണം. ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സമ്മേളനം. അതിൻ്റെ സമ്മേളനം നടത്തി ജനാധിപത്യപരമായി അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തി ചർച്ച നടത്തി, പൊതുചർച്ച നടത്തി, പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പിരിയുന്ന സമ്മേളനങ്ങൾ CPMനാണ്. 1991 കോൺഗ്രസിന് താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. അത് തന്നെ അടിയിലും കൂട്ടയടിയിലും ബഹളത്തിലും അങ്ങനെ കലാശിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു.
അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ്സിന് ഇതുവരെ 91 ശേഷം അവരുടെ സമ്മേളനങ്ങൾ നടത്താൻ, യോഗങ്ങൾ നടത്താൻ, അവരുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നോമിനേഷനിലൂടെയാണ് ഭാരവാഹികളെ തീരുമാനിക്കുന്നത്. BJPയുടെ സ്ഥിതിയും അതുതന്നെയാണ്. അങ്ങനെ ഇത് കണ്ട് ശീലിച്ച മാധ്യമങ്ങളാണ് CPM-നെ പോലെ ചിട്ടയായി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആരംഭിച്ച് ബ്രാഞ്ചിൽ സമ്മേളനങ്ങൾ നടത്തി, അവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച്, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച്, ഉദ്ഘാടന സമ്മേളനം നടത്തി, വിശദമായ ചർച്ച നടത്തി, ബ്രാഞ്ച് സെക്രട്ടറി തിരഞ്ഞെടുത്ത്, അതുപോലെ LC സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, അങ്ങനെ സംസ്ഥാന സമ്മേളനം, അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ്. ഇതുവരെയുള്ള ഒരു വലിയ കടമ്പയാണ്, അതൊരു വലിയ പ്രോസസ്സാണ്. ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെയും ചർച്ചയുടെയും സ്വയം നവീകരണത്തിൻ്റെയും പ്രോസസ്സാണ് CPM-ൻ്റെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം സജീവമായ ചർച്ച നടന്നു. അതിൽ പ്രവർത്തന റിപ്പോർട്ടിനെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ജോയ് ഇന്നലെ വൈകിട്ടോടുകൂടി 5 മണിക്ക് ശേഷം മറുപടി പറഞ്ഞു. മറുപടിക്ക് ശേഷമാണ് ഇന്നലെ സമ്മേളനം പിരിഞ്ഞത്. അതുപോലെ സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ പൊതുരാഷ്ട്രീയം സംബന്ധിച്ചും ഉയർന്നു വന്ന വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾക്കും സ്വയം വിലയിരുത്തലുകൾക്കുള്ള മറുപടി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് നൽകും. അതിനുശേഷമായിരിക്കും ഭാവിയിൽ 3 വർഷക്കാലം CPM-നെ തലസ്ഥാനത്തിൽ നയിക്കാനുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക, ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. അതിനുശേഷമായിരിക്കും സമ്മേളനം, പ്രതിനിധി സമ്മേളനം ഇവിടെ ഉച്ചയോടുകൂടി പിരിയുക. അതിനുശേഷം പൊതുപ്രകടനമുണ്ട്, ഒപ്പം തന്നെ റെഡ് വോളണ്ടിയർ മാർച്ചുമുണ്ട്. ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വിവിധ പ്ലട്ടൂണുകളായി ചുവപ്പ് സേന അണിനിരക്കും. ആഴാംകുളത്ത് നിന്ന് 2:30-3 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച് ആരംഭിക്കുക. അവിടെ നിന്ന് വിഴിഞ്ഞം ജംഗ്ഷനിലേക്ക് വോളണ്ടിയേഴ്സ് മാർച്ച് എത്തിച്ചേരും. അതിനൊപ്പം തന്നെ പൊതുപ്രകടനമുണ്ട്. പൊതുപ്രകടനം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞം പോലൊരു ചെറു പട്ടണമാണ്. അവിടെ ഉൾക്കൊള്ളുന്നതിന് എല്ലാ ഏരിയ കമ്മിറ്റിയിൽ നിന്നും 19 ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നാളെ എത്തിച്ചാൽ ഒരു പൊതുപ്രകടനത്തിനോ ഒരു പൊതുസമ്മേളനത്തിനോ ഇടം അവിടെയില്ല. അതുകൊണ്ട് വെറും 5 ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും, പ്രവർത്തകരും അനുഭാവികളും മാത്രമായിരിക്കും ഈ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സജീവമായ കേരള രാഷ്ട്രീയം സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പാർട്ടിയുടെ നിലപാടും അദ്ദേഹം ഈ പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പാർട്ടിയുടെ കെട്ടുറപ്പും കരുത്തും വിളിച്ചോതുന്നതാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം. സജീവമായ ചർച്ചകൾ, സമ്മേളനമായ നടത്തിപ്പുകൾ, എല്ലാത്തിലും ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്കായിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതിനിധി സമ്മേളനം അവസാനിക്കുക. പുതിയ ജില്ലാ സെക്രട്ടറിയും പുതിയ ജില്ലാ കമ്മിറ്റിയും എടുത്തായിരിക്കും പ്രതിനിധി സമ്മേളനം അവസാനിക്കുക. മനു. ഓക്കെ, താങ്ക് യു നൃപൻ, താങ്ക് യു.